ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചിക്കൻ ടിക്കയും അതുപോലെ ഫിഷ് റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത ടൈമിൽ നമ്മുടെ അടുത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ചോദിച്ചു വാട്ട്സ് ദെയർ ഫോർ us ഇൻ ജീനസ് കിച്ചൺ. സോ ഹിയർ വി ഗോ വിത്ത് എ വെജ് റെസിപ്പി. സോ നമുക്കിന്ന് എടുത്തിരിക്കുന്ന പനീറാണ്. സോ പനീർ ആൻഡ് പീസ് ഉണ്ട്. സോ വി ആർ മേക്കിംഗ് മട്ടർ പനീർ റെസിപ്പി. അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് സർട്ടൻ സം ക്വാണ്ടിറ്റി ഓഫ് പനീർ. നമ്മൾ ക്യൂബ്സ് ആയിട്ടുള്ളത് തന്നെയാണ് വാങ്ങിയിരിക്കുക. പിന്നെ അടുത്തായിട്ട് നമുക്ക് പീസ് വേണം. അപ്പോൾ ഇത് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒരു 5 to 10 minutes വെയിറ്റ് ചെയ്യാം. ദെൻ ഫോർ ദ ഗ്രേവി പാർട്ട് വി ഹാവ് ടേക്കൻ സം ഒനിയൻ. നമുക്ക് കുറച്ച് ഒരു സവോള, ഒരു ഒനിയനൊക്കെ എടുക്കുക. ദെൻ കുറച്ച് ജിഞ്ചർ വേണം, ഗാർലിക് വേണം, ദെൻ ഒരു ബേ ലീഫ് വേണം, ദെൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ആൻഡ് 1 tomato ആൻഡ് കൊറിയാണ്ടർ ലീവ്സ്. അപ്പോൾ നമ്മളിതെല്ലാം ആദ്യം ഒന്ന് സോട്ട് ചെയ്തെടുക്കും. അതിനായിട്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ബേ ലീവ്സ് ആഡ് ചെയ്തു. ദെൻ നമ്മൾ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, നമുക്ക് സവോളയുണ്ട്, ദെൻ സം ഗാർലിക് ഉണ്ട്, ദെൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. സോ സോട്ട് ചെയ്യാൻ മീൻസ് നമുക്ക് നന്നായിട്ടത് ഒന്ന് വഴന്ന് വരുന്ന ഒരു പാകത്തിലേക്ക് എത്തിയാൽ മതി. ഒത്തിരി നമ്മൾ ഇതിലേക്ക് പോകേണ്ട, കാരണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷമാണ് നമ്മളിത് ഗ്രേവി ആക്കുന്നത്. സോ നമ്മളിതൊരു 5 to 10 minutes നല്ല രീതിയിലൊരു ഹൈ ഫ്ലെയിമിൽ, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ദെൻ സവോളയൊക്കെ നന്നായി സോട്ട് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുവാണ്. നമ്മൾ റഫായിട്ട് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്താൽ മതി, നമുക്കൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു ഗ്രേവി കറി ടൈപ്പിലേക്ക് ആഡ് ചെയ്യുന്ന പോലെ നമ്മളിതൊന്നും കട്ട് ചെയ്തെടുക്കണ്ട. റഫ്ലി എല്ലാം നല്ല ചോപ്പ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ നമ്മളിതൊന്ന് സോട്ട് ചെയ്ത് എടുക്കാം. സോ നമുക്ക് ഇത് സോട്ട് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോന്നിരിക്കുന്നത്. ഇത് നന്നായിട്ട് സോട്ടായി വന്ന ശേഷം നമുക്കിതൊന്ന് ആറാനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം നമ്മളിത് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒന്ന് ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക, നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്തതിന് മാത്രം പേസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇതാക്കി പേസ്റ്റ് ആക്കുക. നമുക്ക് ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഉണ്ടാവില്ല ആ പാനിൽ, അപ്പോൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് തീർത്തും ഒരു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് പനീറാണ്, പെട്ടെന്ന് തന്നെ അത് എന്തായിപ്പം ഹാർഡായിപ്പം. അങ്ങനെ ഹാർഡായി പോയി കഴിഞ്ഞാൽ ഈ പറയണ പനീർ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു റബ്ബർ ഫീലായിരിക്കും, നമുക്കത് പ്രത്യേകിച്ച് അങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കറിക്ക് അത്രയും ടേസ്റ്റ് വരത്തില്ല, ആ ഫ്ലേവേഴ്സ് അതിലേക്ക് ആഡ് ആവത്തില്ല. അപ്പോൾ വളരെ ചെറിയ തീയിൽ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മളതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം വേണം പറയുന്ന പനീർ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ ചെറിയതായിട്ടൊന്ന് കളർ ചേഞ്ച് വന്നു തുടങ്ങും, ഒരു ചെറിയ ഗോൾഡൻ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. എല്ലാ പീസസിലെയും ഒരേപോലെ തന്നെ നമുക്ക് ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ നമ്മളിത് ഇളക്കി കൊടുക്കും. അപ്പോൾ അതിന് ശേഷം ഒരു 2 to 3 minutes കഴിയുമ്പോൾ തന്നെ നല്ലതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തും. അപ്പോഴേ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുക. സോ നമുക്കത് ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകരുത്, അല്ലെങ്കിൽ ഒരു ഫ്രൈ ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ അത് മാറ്റി എടുക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റായിട്ട് ഇതിലേക്ക് വേണ്ട സർട്ടൻ മസാലാസ് ആഡ് ചെയ്യുവാണ്. സോ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, then ഗരം മസാല വേണം, മുളക് പൊടി നമുക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ എണ്ണയിലേക്ക് നേരിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇത് നന്നായി ആദ്യമേ സോട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ, ഒരു ഓറഞ്ച് റെഡിഷ് കളറാണ് നമ്മൾ കറിക്ക് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഓയിലിട്ട് നല്ല രീതിയിലൊന്ന് മുരിയിച്ചെടുക്കുക. നമുക്ക് കരിഞ്ഞു പോരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഇളക്കി പെട്ടെന്ന് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്ന വരെ, അതായത് കുറച്ചൊന്ന് റോസ്റ്റായി വരുന്ന രീതിയിൽ തന്നെ നമ്മളത് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2 to 3 minutes കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സോട്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല, നമ്മൾ ആദ്യം എടുത്ത സവോള, അങ്ങനെയുള്ള ഒരു പോർഷൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ പേസ്റ്റ് ആക്കിയതിൻ്റെ കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ഇടുക. ഇപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ആ കളറിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. നമുക്കിത് മിക്സായി വരുമ്പം തന്നെ ആ കളറ് നല്ല രീതിയിലൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്.
ആ പേസ്റ്റിലേക്ക് നല്ല രീതിയിൽ ആ ഒരു മസാലാസിൻ്റെ കളേഴ്സ് ആഡായി വരുന്നുണ്ട്. അപ്പം ഈ ഒരു കളറാണ് നമ്മുടെ കറിക്ക് നമ്മൾ മീൻസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചില കറി കണ്ടു കഴിയുമ്പോൾ ഇന്നൊരു കളർ എത്തിക്കഴിഞ്ഞാൽ കൊള്ളാം, ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച റെസിപ്പീസ് നമുക്ക് ഫീൽ ചെയ്യില്ലേ. സോ ആ ഒരു ഫീലിൽ തന്നെ നമുക്ക് കറി കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കുറച്ച് ഉപ്പാണ്. നമ്മളിതുവരെ ഒരു സ്റ്റേജിലും ഉപ്പ് ആഡ് ചെയ്തിരുന്നില്ല. നമ്മൾ ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പാകത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള ഹിമാലയൻ റോക്ക് സോൾട്ട് പോലെയുള്ള കാര്യം കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. അത് യൂസ് ചെയ്യുക. കുറച്ചും കൂടി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് നല്ലൊരു സോൾട്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അത് ഉപയോഗിക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ ചപ്പാത്തി റൈസ് പോലെയുള്ളതിനൊക്കെ കഴിക്കാനായിട്ടാണ് യൂഷ്വലി ഒരു കറി പ്രിഫർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഗ്രേവി വേണം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ നമ്മുടെ മസാലാസും അതുപോലെ തന്നെ പേസ്റ്റ് ആയിട്ടുള്ള അതുമെല്ലാം നന്നായിട്ട് അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ പീസസും പനീറും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടത് വെന്തിട്ടുണ്ട്. ആ ഒരു 5 to 10 minutes നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രോസൺ ആയതുകൊണ്ട് നന്നായി അതിൻ്റെ തണുപ്പെല്ലാം മാറി അത്യാവശ്യം നോർമലിലേക്ക് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് രണ്ടിനും, പനീറിനാണെങ്കിലും പീസിനാണെങ്കിലും ഒത്തിരി വേവില്ല. നമുക്ക് അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വേവില്ല ഇതിന്. എങ്കിലും നമ്മളിതിനെ ഒന്ന് ഒരു 5 to 10 minutes ഇതിലേക്ക് ഈ ഒരു ഗ്രേവി തന്നെ കിടന്ന് വേകാനായിട്ട് ടൈം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു 10 minutesോളം നമ്മൾ നന്നായിട്ട് പാത്രം അടച്ചു വെച്ച് നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ്സിലേക്ക് വന്നു. നമ്മുടെ കറിയിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ആഡ് ചെയ്തെങ്കിലും അതെല്ലാം നന്നായിട്ടൊരു 10 minutes കൊണ്ട് നമുക്കത് നല്ല രീതിയിലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വീണ്ടും നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ആ മസാലാസും ഇതെല്ലാം ഇതിലേക്കൊന്ന് പാകത്തിനാകുന്നതിന് വേണ്ടി നമ്മളൊരു 2 to 3 minutes കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് ആ കറിയിൽ അത്രത്തോളമുള്ള ആ ഫ്ലേവേഴ്സ് അതിലേക്ക് ആഡായി നമുക്ക് കിട്ടുന്നത്. സോ ടു ആഡ് സം മോർ ഫ്ലേവർ നമ്മൾ ഇതിൽ കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം തന്നെ ഇത് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ആ ടേസ്റ്റ്, നമുക്ക് ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇടുക, നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കൊരു 2 to 3 minutes കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആവത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം, നമ്മൾ കസ്തൂരി മേത്തി കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കറി ജസ്റ്റ് ഒന്ന് 2 to 3 minutes ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് പാകത്തിന് ആ ഒരു സ്മെല്ലും ആ ഫ്ലേവേഴ്സും എല്ലാം തന്നെ അതിലേക്ക് ആഡ് ആവുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ നമുക്കിനി നെക്സ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2 to 3 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അത്രയും കൊണ്ട് നമ്മുടെ മട്ടർ പനീർ റെഡിയാക്കി എടുത്തു. വെരി ഈസി അല്ലേ? സോ ഇനി നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊന്നും പോയി കറി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. യു ക്യാൻ ട്രൈ ഇറ്റ് അറ്റ് യുവർ ഹോം. സോ ഇത് ജെനസ് റെസിപ്പി നോക്കി നിങ്ങളെല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് സിമ്പിളായിട്ട് വെരി ഡെലീഷ്യസ്ലി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഹോപ്പ് യു വിൽ ട്രൈ ഇറ്റ് അറ്റ് യുവർ ഹോം. ബൈ, ടേക്ക് കെയർ.